പ്രകൃതി സ്നേഹികൾക്ക് എന്നും മനം കുളിരുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ബീച്ചാണ് ഈ കാണുന്ന എട്ടിക്കുളം ബീച്ച്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എട്ടിക്കുളം ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നെയിം ബോർഡൊക്കെ ഉണ്ട്. എട്ടിക്കുളം ബീച്ച്, തലക്കാൽ പള്ളി മക്കാം, ഇന്ത്യൻ നേവൽ അക്കാഡമി, 1 കിലോമീറ്റർ. എട്ടിക്കുളം ബീച്ചിലേക്ക് ഇവിടുന്ന് 300 മീറ്റർ കാണിക്കുന്നു. വശ്യമനോഹരമായ പ്രകൃതിയോട് യോജിച്ച നല്ലൊരു അടിപൊളി ബീച്ചാണ് ഈ കാണുന്നത്. സായാഹ്നങ്ങൾ അടിച്ചു പൊളിക്കാൻ കുടുംബസമേതം വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ബീച്ച്. നല്ല വ്യൂ ഉണ്ട്, നല്ല വൈബുണ്ട്. ചുറ്റിലും കണ്ണോടിച്ച് നോക്കിയാൽ ഒരു ഭാഗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രവും മറുഭാഗത്ത് നല്ല മനോഹരമായി സുന്ദരിയായി നിൽക്കുന്ന അറബിക്കടലും കാണാൻ പറ്റും നമുക്ക്. ഇത് ഇന്ത്യൻ നാവിയുടെ കണ്ണൂർ ഗേറ്റിൻ്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏത് ബീച്ചിനോടും ഇടം പിടിക്കുന്ന തരത്തിലുള്ള ബീച്ച് തന്നെയാണ് ഇവിടെയുള്ളത്. നല്ല തനിവെള്ള നിറത്തിലുള്ള വിശാലമായ കടൽ തീരം, നല്ല നീലിമ കൂടുതലുള്ള കടലും, അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മുടെ സഞ്ചാരികൾക്ക് യാതൊരു കുറവില്ല ഇവിടെ. അസ്തമയ സൂര്യൻ്റെ മൊഞ്ച് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കുടുംബസമേതം. നല്ല മനോഹരമായ അസ്തമയ സൂര്യൻ്റെ വൈബ് നല്ല മനോഹരമായി തന്നെ ഇവിടെ കാണാൻ പറ്റും. ചുറ്റും മലകളാലും കടലിനാലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏഴുമലയുടെ താഴെ ചെരുവിലാണ് ഈ ബീച്ചുള്ളത്. ചോളചേര രാജാക്കന്മാരുടെ യുദ്ധക്കളവും മൂഷക രാജാക്കന്മാരുടെ തലസ്ഥാനവുമായിരുന്നു ഇവിടെ ഒരു കാലത്തെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ എവിടെ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാലും നല്ല മതസൗഹാർദ്ദത്വം വിളിച്ചോതുന്ന രൂപത്തിലുള്ള സംസ്കാരങ്ങളാണ് ഇവിടെ എവിടെയും കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കടൽ തീരത്ത് എവിടെ കണ്ണോടിച്ച് നോക്കിയാലും നല്ല പ്രകൃതി കൊത്തിവെച്ച ശില്പങ്ങളെപ്പോലെ കിടക്കുന്ന പാറക്കെട്ടുകൾ തന്നെയാണ്. പ്രകൃതി സൗന്ദര്യങ്ങളാൽ നിറഞ്ഞാടിയ ഈ ബീച്ചിൽ തന്നെയാണ് ലോകപ്രസിദ്ധമായ കടൽ സഞ്ചാരികൾ കാലുകുത്തിയത്. 13-ാം നൂറ്റാണ്ടിൽ വെനീസിൽ നിന്നുള്ള മാർക്കോപോളയും 14-ാം നൂറ്റാണ്ടിൽ മൊറോക്കൻ അറബ് സഞ്ചാരി ഇബ്നു ബത്തൂത്തയുമെല്ലാം വന്നിറങ്ങിയ മനോഹരമായൊരു നാടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയുടെ ചാരത്തുള്ള ഈ മനോഹരമായ ബീച്ച് എന്നുള്ള ഒരു ചെറിയ കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. മറക്കണ്ട, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, ഷെയർ ചെയ്തോളി. മറ്റൊരു നല്ല മനോഹരമായ കാഴ്ചയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.